നമ്മൾ ഇന്ന് രണ്ട് ഫ്രേസസ് ആണ് പഠിക്കാൻ പോകുന്നത്. ഒന്ന് വെദർ ഓർ നോട്ട്, മറ്റൊന്ന് ബൈ ദ വേ. ഈ ബൈ ദ വേ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, പക്ഷെ നമ്മൾ പഠിക്കേണ്ടത് അതേത് കോണ്ടെക്സ്റ്റിലാണ് കറക്റ്റായി യൂസ് ചെയ്യേണ്ടത് എന്നാണ്. വെദർ ഓർ നോട്ട് വെച്ചിട്ടുള്ള എക്സാമ്പിൾ നമുക്ക് നോക്കാം. വെദർ യു ആർ വില്ലിംഗ് ഓർ നോട്ട്, യു ഹാവ് ടു ഡു ഇറ്റ്. നിങ്ങളത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളത് ചെയ്യണം. ഇവിടെ രണ്ട് പോസിബിലിറ്റിയെ പറ്റിയാണ് സംസാരിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും, വെദർ യു ആർ വില്ലിംഗ് ഓർ നോട്ട്. അതായത് ഒരു പോസിറ്റീവ് സാധ്യതയും ഒരു നെഗറ്റീവ് സാധ്യതയും ഒരുമിച്ച് പറയാണ്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വെദർ ഓർ നോട്ട് നമുക്ക് യൂസ് ചെയ്യാം. വെദർ ഇറ്റ് റെയിൻസ് ഓർ നോട്ട്, ദ പാർട്ടി ടുനൈറ്റ് മസ്റ്റ് ഗോ ഓൺ. മഴ പെയ്താലും ഇല്ലെങ്കിലും, ഇവിടെ രണ്ട് പോസിബിലിറ്റിയാണ്. വെദർ ഇറ്റ് റെയിൻസ് ഓർ നോട്ട്, ഇന്ന് രാത്രിയത്തെ പാർട്ടി തുടരുക തന്നെ ചെയ്യും. ദ പാർട്ടി ടുനൈറ്റ് മസ്റ്റ് ഗോ ഓൺ. ഇത് പറഞ്ഞപ്പോഴാണ് മറ്റൊരു ഫ്രേസിനെ പറ്റി ഓർമ്മ വന്നത്, മസ്റ്റ് ഗോ ഓൺ. എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും എന്ത് ഡിസ്റപ്ഷൻ ഉണ്ടെങ്കിലും പ്ലാൻ ചെയ്ത പ്രകാരം, ഷെഡ്യൂൾ ചെയ്ത പ്രകാരം തന്നെ തുടരും എന്ന മീനിങ് വരാനാണ് മസ്റ്റ് ഗോ ഓൺ എന്ന ഫ്രേസ് യൂസ് ചെയ്യുന്നത്. ദ ഷോ മസ്റ്റ് ഗോ ഓൺ, ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വെദർ ഓർ നോട്ടിലേക്ക് തിരിച്ചു വരാം. വെദർ യു ടെൽ ഓർ നോട്ട്, ദേ വിൽ ഫൈൻഡ് ഔട്ട് ദ ട്രൂത്ത്. നിങ്ങൾ പറഞ്ഞാലും ഇല്ലെങ്കിലും, വെദർ യു ടെൽ ഓർ നോട്ട്, അവർ സത്യം എന്താണെന്ന് കണ്ടുപിടിക്കും. ദേ വിൽ ഫൈൻഡ് ഔട്ട് ദ ട്രൂത്ത്. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ബൈ ദ വേ അല്ലെങ്കിൽ ബൈ ദ ബൈ, ഇതിനെ പറ്റിയാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും മീനിങ് ഒന്ന് തന്നെയാണ്. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടുമായിട്ട് ഒരു കാര്യം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു പുതിയ കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഒരു പുതിയ കാര്യം ആഡ് ചെയ്യണം. നേരത്തെ സംസാരിച്ചു കൊണ്ടിരുന്ന വിഷയവുമായി ബന്ധമില്ലാത്ത ഒന്ന്, ഇറലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ആഡ് ചെയ്യണമെന്ന് വിചാരിച്ചോളൂ. അപ്പോഴാണ് നിങ്ങൾ ബൈ ദ ബൈ അല്ലെങ്കിൽ ബൈ ദ വേ എന്ന ഫ്രേസ് ഉപയോഗിക്കേണ്ടത്. എക്സാമ്പിൾ നോക്കാം. ഐ തിങ്ക് വി ഹാവ് ഡിസ്കസ്ഡ് എവറിത്തിങ് വി നീഡ് ടു. ബൈ ദ ബൈ, വാട്ട് ടൈം ഈസ് ഇറ്റ്? ഇതിൻ്റെ മലയാളം ഇങ്ങനെയാണ്: നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യവും ഡിസ്കസ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. ബൈ ദ ബൈ, സമയം എന്തായി? അതായത് നേരത്തെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ നിന്ന് പെട്ടെന്ന് ഷിഫ്റ്റായിട്ട് അതുമായി ബന്ധമില്ലാത്തൊരു കാര്യം ചോദിക്കുകയാണ്, സമയം എന്തായി എന്ന്. ഒരു ട്രെയിനിൽ നിങ്ങളൊരു സ്ട്രേഞ്ചറുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിൽ നിന്ന് മാറി പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ പേര് വെളിപ്പെടുത്തണമെങ്കിൽ ഇങ്ങനെ പറയാം: ബൈ ദ വേ, മൈ നെയിം ഈസ് ടോം. നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുമായി ജോലിയെ പറ്റിയൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ആ വിഷയത്തിൽ നിന്ന് മാറി പെട്ടെന്ന് നിങ്ങളുടെ സുഹൃത്ത് പറയുകയാണ്, ബൈ ദ വേ, could you please make the dinner for all of us today? ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നാളെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.